ഇന്ന് നമ്മളിതാ ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്ത രുചിയിലുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം, ഒന്ന് കാരമലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുക്കി എല്ലാ പഞ്ചസാര ഉരുക്കി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. ഈ ഒരു കളറായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കാരമൽ ഒന്ന് കട്ടയായിട്ട് വരും കേട്ടോ. അത് കുഴപ്പമില്ല, തിളച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ഒന്ന് ഉരുകി വന്നോളും. പിന്നെ നമുക്കിതിലേക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം തന്നെ കാരമലൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മതി കേട്ടോ. ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചൂടിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവയാണ്. റോസ്റ്റ് ചെയ്യാത്ത റവയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു നെയ്യുള്ള പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന പാനല്ലേ. എന്നിട്ട് നമ്മൾ തിളച്ചിട്ടുള്ള ഒരു പാലിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. റവയല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, ഒന്ന് തിക്കായിട്ടും കൂടെ വരും കേട്ടോ. അപ്പോൾ ലൂസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കാരമൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീട്ടിൽ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്